പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹമാണ്. ഇത് നമ്മൾ എടുക്കുന്നത് സകല സഭകളും തെറ്റായി പഠിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ്. കാരണം ചില ആൾക്കാർ ഇവിടെ സ്നാനം വേണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് യേശുനാമ സഭകളിൽ ഇരിക്കുന്നത്, അതായത് കർത്താവ് യേശുക്രിസ്തു നാമം സ്നാനപ്പെട്ടവർ തന്നെയാണ് UPC എന്നും അങ്ങനെ അപ്പോസ്തലിക ദൈവസഭ എന്നും പിന്നെ യേശുനാമ സഭ എന്ന് പറഞ്ഞിരിക്കുന്നവർ ധാരാളം പേര് വിളിച്ചു. അവർ ചോദിച്ചു, ഞങ്ങളുടെ സ്നാനം ശരിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സ്നാനം വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സ്നാനം ഇനി വേണ്ട, പക്ഷെ നിങ്ങളായിരിക്കുന്ന സഭയിൽ പഠിപ്പിക്കുന്നത് ദുരുപദേശം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയം തോന്നി. എന്താണ് ദുരുപദേശം? ഞാൻ പറഞ്ഞു, ശരിയായ വെളിപ്പാടിലല്ലാതെ പഠിക്കുന്നതെല്ലാം ദുരുപദേശം. ഏദൻ തോട്ടത്തിൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ മരണം ഇന്നുവരെയും കടന്നു വരുന്നു എങ്കിൽ ഈ സഭകൾ പഠിപ്പിക്കുന്ന അനേകം തെറ്റായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിൽ അതൊന്നും നമുക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഒന്ന് രണ്ടു പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് സഭകൾ പഠിപ്പിക്കുന്ന തെറ്റായ കാര്യം നമുക്കതറിയാം. നമ്മൾ അതുകൊണ്ട് സഭകളിലായിരുന്നതാണ്. ആ സമയത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അല്ല ശരി. ഇപ്പോൾ അത് ദൈവിക വെളിപ്പാടിനാൽ അല്ലെങ്കിൽ കാലത്തികൾ ദൈവം ഒരു വ്യക്തിയിലൂടെ, സെവൻത് ഏഞ്ചൽ വന്നപ്പോൾ ദൈവത്തിന്റെ മാലാഖ വന്ന് ഒരു വ്യക്തിയിലൂടെ, വില്യം മൈലൻബ്രണ്ടാം എന്ന വ്യക്തിയിലൂടെ ശുശ്രൂഷിച്ചു. ഒരു സാധാരണ മനുഷ്യൻ. നമ്മുടെയൊക്കെ പുരോഹിതന്മാർ നമുക്ക് വചനം പറഞ്ഞു തരുന്നത് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു, ഒരു പ്രവാചകനായി ഉപയോഗിച്ചു. പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് പറയാനുള്ളത് ഒരു വ്യക്തിയിലൂടെ പറയുന്നു. ദൈവത്തിന്റെ വായ്, മൗത്ത് പീസ് ഇതേയുള്ളൂ. ദൈവം, അദ്ദേഹം സൈലന്റ് ആണ്, അദ്ദേഹത്തിന് അറിയില്ല, കർത്താവ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ ഉപയോഗിച്ച് ദൈവം ഇത് കാണിച്ചു തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളും ഇവിടെ ആ തരത്തിലൊക്കെ ആയിരുന്നു. തെറ്റായ ഉപദേശം. അപ്പൊ ശരിയായത് എന്ത് എന്ന് പഠിപ്പിക്കുകയാണ്. താല്പര്യമുള്ള നോട്ട് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മനുഷ്യന്റെ ജ്ഞാനം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറക്കുന്നു. എന്താണ് അവരുടെ ജ്ഞാനം? നമ്മൾ പാദം ശുശ്രൂഷ ചെയ്ത് ശുദ്ധിയോടുകൂടെയാണ് തിരുവത്താഴം കഴിക്കുവാൻ. നമ്മളിവിടെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ നിയമം ഈ ലോക ആത്മീയ കാര്യങ്ങളിലാണ് ആദ്യം എടുക്കേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് പരിശോധിക്കാം വേണമെങ്കിൽ. ഇന്ന് സഭകൾ, ദൈവസഭകൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ 99% ജനങ്ങളും പഠിപ്പിക്കുന്നതിന്റെ നേരെ വിപരീതമാണ് ദൈവിക സത്യം. ഓക്കെ. അപ്പോ ഇവിടെ ഒരു ജ്ഞാനം, പുരോഹിതന്മാർ ബൈബിൾ കോളേജിൽ വഴി ഉണ്ടായ ജ്ഞാനമാണ് തിരുവത്താഴം. അത് വിശുദ്ധിയോടെ കഴിക്കാനുള്ളതാണ്, അശുദ്ധിയോടെ അല്ല. അതുകൊണ്ട് പുറത്തു പോയി പാദം കഴുകി ശുദ്ധിയോടുകൂടെ വന്നിട്ട് വേണം തിരുവത്താഴം കഴിക്കാൻ. ഇത് മാനുഷിക ജ്ഞാനം. ഇതിന്റെ മർമ്മം എന്താണ്? അതാണ് നമ്മളോട് പറയാൻ പോകുന്നത്. എപ്പോഴാണ് പാദ ശുശ്രൂഷ ചെയ്യുവാനുള്ളത്? ലൂക്കോസ് വിശേഷം 22-ാമത്തെ അധ്യായം കാണാമല്ലോ. ലൂക്കോസ് വിശേഷം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ആയപ്പോൾ, സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. 22:19. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോ സമയമായപ്പോൾ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന്, രാത്രി സാധാരണ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാണ്. ആ ടേബിളിൽ വെച്ചാണ് യേശു അവർക്ക് ആദ്യം നോക്കൂ, ലൂക്കോസ് 22:19 അപ്പം വാഴ്ത്തി കൊടുക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ വീഞ്ഞ് വാഴ്ത്തി കൊടുക്കുകയാണ്. 19 പറയുന്നത്, പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. 19-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചു പോകണം. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഇനി ആ കാര്യങ്ങൾ കഴിഞ്ഞ് ലൂക്കോസ് 22 തന്നെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നമ്മൾ വീട്ടിൽ ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന ഒരു ടേബിൾ സങ്കല്പിക്കുക. ആ ടേബിളിൽ യേശു ശിഷ്യന്മാരും വന്ന ആഹാരം, രാത്രിയുള്ള ആഹാരം കഴിക്കാൻ വന്നിരുന്നതാണ്. ആ ഇരുന്ന സമയത്താണ് ആ ടേബിളിൽ വെച്ച് തന്നെ അപ്പവും വീഞ്ഞും വാഴ്ത്തിക്കൊടുത്ത് കഴിക്കുന്നു. എന്നിട്ട് നമ്മളെല്ലാം ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ട്, നമ്മളെല്ലാം ഫാമിലി ഉണ്ട്, നമ്മളവിടെ ഇരിക്കുമ്പോൾ വീണ്ടും പല കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ 19-ൽ അപ്പം വാഴ്ത്തിക്കൊടുത്തു ലൂക്കോസ്, 20-ൽ വീഞ്ഞു വാഴ്ത്തിക്കൊടുത്തു. 24-ാമത്തെ വാക്യം വരുമ്പോൾ, അതായത് പല കാര്യങ്ങളും സംസാരിച്ചു. 24-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ ഒരുവനിലും ഒരു സംശയം വരെയാണ്. നോക്കൂ, ലൂക്കോസ് 22:44. തങ്ങളുടെ കൂട്ടത്തിൽ ആരെ ആകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അവിടെ ഒരു വ്യക്തി ചോദിക്കുകയാണ്, ആരാണ് വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവിടെ ഉണ്ടായി. 27, ആരാകുന്നു വലിയവൻ? നോക്കണം. ഭക്ഷണത്തിൽ ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഒരു മേശയിൽ ആഹാരം കഴിക്കാൻ ഇരിക്കുന്നു,
യജമാനനാണ് ഇരിക്കുന്നത്. യജമാനനാണ് വലിയവൻ, അല്ലേ? ആ വിളമ്പി കൊടുക്കുന്നവൻ അവൻ കുറഞ്ഞവൻ, വലിയവനല്ല, ശുശ്രൂഷിക്കുന്നവൻ. ഭക്ഷണത്തിൽ ഇരിക്കുന്നവനല്ലയോ? യേശുവാണ് പറയുന്നത്. ലോകത്തിന്റെ രീതിക്ക് നേരെ വിപരീതമാണ് ആത്മീയമായ വെളിപ്പാട്. വീണ്ടും പറയാണ്, ലോകത്തിന്റെ രീതി അനുസരിച്ച് യജമാനന് ശിഷ്യൻ വിളമ്പിക്കൊടുക്കുമ്പോൾ ശിഷ്യൻ കുറഞ്ഞവനും യജമാനൻ കൂടിയവനും. ഓക്കെ, ഇതാണല്ലോ അവിടെ. ഭക്ഷണത്തിൽ ഇരിക്കുന്നവനല്ലയോ? അതെ. എന്നാൽ കർത്താവ് പറയണേ, വലിയവനായ കർത്താവ് പറയാൻ ശ്രദ്ധിക്കണം, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. അപ്പോൾ ദൈവവും കർത്താവുമായവൻ യജമാനൻ മേശയിൽ ഇരിക്കുമ്പോൾ ആ യജമാനനെ ശുശ്രൂഷിക്കുന്നത് ആരാ? അവിടുത്തെ ജോലിക്കാരൻ. അവൻ താഴ്ന്നവനാ. പക്ഷെ ഉയർന്ന രാജ്യത്തിരുന്ന ദൈവം ഈ താഴ്ന്ന രാജ്യത്തിലേക്ക് വന്നിട്ട് ഈ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിട്ട് അവർക്ക് പോകാൻ കഴിയാത്ത അത്രത്തോളം താഴ്ചയിൽ പോയി ഒരു കാര്യം കാണിക്കുന്ന എന്തിനാണ്? ഇങ്ങനെ താഴ്മയോടെ നാം മുദ്രയെടുത്തപ്പോൾ പറഞ്ഞു, എളിമയിൽ നിന്നാൽ മാത്രമേ ഏറ്റവും താഴ്ത്തപ്പെടുന്ന വ്യക്തിക്കാണ് മുകളിലേക്കുള്ള ശക്തി വർദ്ധിക്കുന്നത്. ഒരു സ്പ്രിങ് എന്ന പോലെ എത്രത്തോളം ചവിട്ടി താഴ്ത്തിയാലും അത് നമ്മെ അത്രത്തോളം മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ കർത്താവും ഗുരുവുമായ യേശു പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ. ഇനി പാദ ശുശ്രൂഷ എപ്പോഴാണ് നോക്കുക. അപ്പൊ ലൂക്കോസ് 22:19 അപ്പം വാഴ്ത്തി കൊടുത്തു, 20 വീഞ്ഞ് വാഴ്ത്തി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 24 ആയപ്പോഴത്തേക്ക് ഒരു സംശയം, ആരാണ് വലിയവൻ ചെറിയവൻ? 27 എന്ത് പറയുന്നു? ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനെ പോലെ. ആഹാരത്തിന് ഇരിക്കുന്നവനല്ലയോ വലിയവൻ, വിളമ്പി കൊടുക്കുന്നവൻ ചെറിയവൻ. ഇനി ദൈവരാജ്യത്തിന്റെ നിയമം നോക്കാം. ഇത് ലോകപ്രകാരമുള്ളതാണ്. ഇനി ദൈവരാജ്യത്തിന്റെ നിയമം, ഇത് ബൈബിൾ പറയുന്നത് ഭാഗമായും വിവിധമായും, ഇവിടെ അല്പം അവിടെ അല്പം എന്ന രീതിയിലാണ് ദൈവവചനം സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ലൂക്കോസ് 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവിടെ പറഞ്ഞിട്ട് അവിടെ നിർത്തി അതിന്റെ പ്രവൃത്തി ചെയ്യണം. ആദ്യം ഒരു തിയറി ക്ലാസ് എന്നതുപോലെ അവിടെ പറഞ്ഞു. ഇനി അതിന്റെ പ്രാക്ടിക്കലാണ്. അത് വേറൊരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ ബുദ്ധിയിൽ നോക്കുമ്പോൾ യോഹന്നാൻ 13 വായിച്ചിട്ടാണ് തിരുവത്താഴ പാദ ശുശ്രൂഷ പിന്നെ ചെയ്യുന്നത്. അവിടെ തെറ്റെന്താണ് ശ്രദ്ധിച്ചോളുക. മറ്റൊടത്ത് പറയണം കേട്ടോ. നമ്മുടെ ബന്ധുക്കളെല്ലാം തെറ്റായി ചെയ്തിട്ട് ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും 1-2 കാര്യം തെറ്റെന്ന് ബോധ്യമായാൽ അവർ മറ്റുള്ള അറിയാൻ ശ്രമിക്കും. നമ്മൾ പറയുന്നത് എല്ലാം ഒരു കാര്യമെങ്കിലും തെറ്റിപ്പോയാൽ അവർ പിന്നെ കേൾക്കാൻ പോലും നിൽക്കില്ല. കാര്യം പിശാച് അവരെ വലിച്ചോണ്ട് പോകും. കേൾക്കരുത് എന്ന് പറയും. അഥവാ ഒന്ന് തെറ്റി ശരിയായത് പറഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ തെറ്റിയെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി പാദ ശുശ്രൂഷ യോഹന്നാൻ 13-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അപ്പൊ അത്താഴം കഴിക്കാനാണ് അവരവിടെ ഇരുന്നത്. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചോദ്യം വന്നത്. അവിടെ നിന്ന് അതിന്റെ കാര്യം പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ശുശ്രൂഷിക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവിടെ നോക്കൂ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ്. കണ്ടല്ലോ, 2 അധ്യായത്തിലായതുകൊണ്ട് വേറെ വേറെ സംഭവമല്ല, ഒരു സംഭവം തന്നെ. ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തുന്നവരാ ഒരുവൻ. കർത്താവ് ഒരു വ്യക്തിയിലൂടെ അറിയിച്ചു. ആ പേര് കേൾക്കുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരാണ് അധികം പേര്. ഇപ്പൊ വിളിച്ചതിലും പലരുണ്ട്, വില്യം ബ്രൺഹാമിന്റെ ആളോ എന്ന്. അങ്ങനെ ഞാൻ ചോദിക്കും, ഞാനാണ് ഇപ്പൊ നിങ്ങളുടെ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നാളെ ഒരാൾ പറയുമോ നിങ്ങൾ പോൾ ബ്രദറിന്റെ ആളോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോൾ ബ്രദർ കാണിച്ചത് വചനമാണ്. അതുപോലെ വില്യം ബ്രൺഹാം എന്ന വ്യക്തി നമ്മളെ കൊണ്ടുവരുന്ന അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രകാരമാണ്. ബൈബിളിലെ യഥാർത്ഥ വെളിപ്പാടിലേക്കാണ് കൊണ്ടുവരുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ അത്താഴത്ത് നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഉരിഞ്ഞു വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ അതിന്റെ പ്രവൃത്തി ഇവിടെ ചെയ്യുകയാണ്. അടുത്ത് നോക്കിക്കോണം. 13 യോഹന്നാൻ 13:4-5 വായിച്ചത്. ഞാൻ ഇടയ്ക്കുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ. 12-ാമത്തെ വാക്യത്തിൽ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു. ഇതൊന്നും ഈ സഭകൾ കാണില്ല. അവരുടെ പുരോഹിതൻ എന്താ പറയുക, ദുരാത്മാവ് ബാധിച്ച് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ പുരോഹിതന്റെ ഉള്ളിലോ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഉള്ളിലോ യഥാർത്ഥ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനെ ആരാലും ഉപദേശിക്കേണ്ടെന്ന ബൈബിൾ. അവന്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് തന്നെ തെളിയിച്ചു കൊടുക്കും. നമുക്കിത് പൂർണ്ണതോതിൽ വെളിപ്പെട്ട് കിട്ടിയില്ല. പരിശുദ്ധാത്മാവ് ലഭിച്ചത് പിന്നീടാ. പക്ഷെ നമുക്കിത് ഡൗട്ട് തോന്നി. പല കാര്യങ്ങളും അവരുടെ പഠിപ്പിക്കൽ പലതും ഡൗട്ട് തോന്നി. നോക്കൂ, അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് നിങ്ങൾ എന്ന് അറിയുന്നുവോ?
നിങ്ങൾ എന്നെ കണ്ടോ ഗുരു എന്നും കർത്താവ് എന്നും, അതായത് നിങ്ങളെ ഞാൻ വചനം പറഞ്ഞ് പഠിപ്പിക്കുന്നവൻ ഗുരു. അപ്പോൾ തന്നെ ഞാൻ കർത്താവ്. ഏത് കർത്താവ്? സൃഷ്ടികർത്താവ്. അത് എവർക്കേ മനസ്സിലായിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. മറ്റുള്ളവർ ബേൽസബൂൽ എന്നാണ് വിളിച്ചത്. വൃത്തിമായി 2 കണ്ണും കാഴ്ചയില്ലാത്തവരെന്താ വിളിച്ചത്? പള്ളി പോലും കേട്ടവനാ കർത്താവെ എന്ന് വിളിച്ചു. പിന്നെ എന്ത് വിളിച്ചു? ആ സമയത്ത് ആരും ഒരു ജ്ഞാനികളും വിളിക്കാത്ത, ഒരു പള്ളി പ്രമാണിയും വിളിക്കാത്ത ഒരു വിളിയും കൂടെ വിളിച്ചു, ദാവീദ് പുത്ര. യേശു ജീവിച്ചിരുന്ന കാലവും ഇപ്പോൾ 2000 വർഷവും കഴിഞ്ഞിട്ട് സംഭവിക്കേണ്ട കാര്യം, ആ ദാവീദിന്റെ സിംഹാസനത്തിൽ 1000 ആണ്ടിൽ വരുന്നവനും ഈ ലോകം ബേൽസബൂൽ എന്ന് പറഞ്ഞ് കല്ലെറിയുന്ന ഇവനാണെന്ന് പിടികിട്ടിയവൻ ഭർത്യമായി അത് കണ്ടിട്ടാ യേശു നിന്നത്. അപ്പൊ അവന് ലഭിച്ച വെളിപ്പാട് എന്തെന്ന് ക്രിസ്തു മനസ്സിലാക്കി. അപ്പോഴും കർത്താവ് ആരെന്നേ അവർക്ക് മനസ്സിലായുള്ളൂ. ഈ യേശുവാണ് ദാവീദിന്റെ പുത്രൻ എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവന്മാർ പറഞ്ഞത്, മിണ്ടാതിരി, ദാവീദ് പുത്രൻ. പഴയ നിയമത്തിൽ പറഞ്ഞൊരു ദാവീദിന്റെ സിംഹാസനം അവൻ യഹോവ ദൈവം ഇറങ്ങി വരും. ഇതാണ് അവർ പഠിച്ചിരിക്കുന്നത്. കർത്താവ് ഇറങ്ങി വരും. ആ കർത്താവ് ഇവനൊന്ന് പിടികിട്ടിയതാ, പാപി, വഴിവെക്കി കിടന്നവൻ. അതുവരെ നമ്മൾ കിടന്നത്. ഇന്നും കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് വെളിപ്പെടുന്ന രീതി അവർക്ക് എന്ത് തോന്നും? നമ്മെ കല്ലെറിയാൻ തോന്നും. അപ്പൊ ഇവിടെ കർത്താവെന്നും ഗുരുവെന്നും നിങ്ങൾ എന്നെ കാണുന്നു. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അവർക്ക് വേണ്ടി ഞാൻ ഇത് ചോദിക്കുകയാണ്. കർത്താവാണെന്ന് നിങ്ങൾ പറയുന്നു. കർത്താവായ സൃഷ്ടികർത്താവ്. എന്നിട്ട് പറയും യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമല്ലേ, അത് വേറെയല്ലേ എന്ന്. ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. പരിശുദ്ധാത്മ വരുമ്പോൾ ഇതിന്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഓക്കെ, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അതുപോലെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഇതൊക്കെ അവർക്കറിയാം. പറയുന്നതിന്റെ പ്രാധാന്യത ഇനിയാണ് വരാൻ പോകുന്നത്. അപ്പം കർത്താവ്, സൃഷ്ടികർത്താവായ ഞാൻ എന്റെ സൃഷ്ടിയായ അല്ലെങ്കിൽ ഭാവി ഒന്ന് ലോകം മുദ്ര കുത്തിയവന്റെ പാദം ഞാൻ കഴുകാൻ തക്കവണ്ണം ഞാൻ താഴ്ന്നു എങ്കിൽ, ഗുരു ഏറ്റവും അടിയില്ല, നമ്മെ ക്രിസ്തുവിലാണ് നിർത്തുന്നത്. അപ്പോഴും ക്രിസ്തു താഴെയാ, നമ്മളാ മുകളിൽ. ക്രിസ്തുവിൽ ആത്മീയ വെളിപ്പാട് മനസ്സിലാക്കണം. കർത്താവ് അത്രത്തോളം ആദ്യം താഴ്ന്നു പോയത് കൊണ്ടാണ് നമ്മെ അവിടെ നിന്ന് എടുക്കുവാൻ കഴിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കാല് കഴുകിയിട്ട് നിങ്ങൾ തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിന്റെ വെളിപ്പാട് നോക്കുക. 13:16. ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇതും അറിയണം. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. ഇത് മാത്രമല്ല അറിയേണ്ടത്, ഇതിനകത്താണ് മർമ്മം. ഇതെവിടെ എന്താ യേശു പറഞ്ഞു? ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ഇത് ശരിയാണ്. യേശു പറഞ്ഞില്ലെങ്കിൽ അറിയാലോ. ഇപ്പൊ എന്റെ വീട്ടിൽ ജോലി ഇരിക്കുന്ന ഒരു ദാസൻ എന്നെക്കാൾ വലിയവനാവുമോ? ഇല്ലെന്നാ പറയുന്നത്. നോക്കൂ, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ഇത് ലോകത്തിന്റെ രീതിയാണ്. ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനും അല്ല. ഇത് ലോകത്തിന്റെ രീതി. എന്താണ് അതിന്റെ മർമ്മം? നാം ആത്മീയ തലത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ സ്ത്രീ എന്നൊന്നില്ല, പുരുഷനെന്നൊന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ യജമാനൻ എന്നാണ് പറഞ്ഞത്, കർത്താവ് എന്ന് പറഞ്ഞില്ല. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ദൂതൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദാസൻ യജമാനനേക്കാളെന്ന. അപ്പോൾ യേശു ഇപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു യജമാനൻ, ഒരു പുരോഹിതനെ പോലെ, പുരോഹിതൻ എപ്പോഴും മനുഷ്യൻ. യേശു എന്ത് ചെയ്തു? അവൻ വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സ്വരൂപത്തിലും സാദൃശ്യത്തിലും വന്നിട്ട് ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. ആ പുരോഹിതന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസി സാധാരണ വിശ്വാസിയാണ്, താഴ്ന്നവരാണെങ്കിലും അവന്റെയും പാദം കഴുകേണ്ടതാകുന്നു മനുഷ്യർ ക്രിസ്തുവിൽ ഒന്നുപോലെ. ഇത് മനസ്സിലാകുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. ഇല്ല, ഞാൻ പാസ്റ്ററാണ്, നിങ്ങൾ അവിടെ നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കിയാൽ അവർ ഒന്നാണ് ക്രിസ്തുവിൽ. നോക്കൂ, ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. അറിഞ്ഞിട്ട് ചെയ്താലാണ് ഭാഗ്യവാൻ, ഇല്ലെങ്കിൽ ഭാഗ്യവാനല്ല. നോക്കണം, ഇനി ലോകത്തിലെ സഭകൾ മുഴുവനും ഇപ്പൊ യേശു വന്നു, പാദം കഴുകിയിട്ട് തിരിച്ചു വന്നിരുന്നിട്ട് കാര്യം ചെയ്യണം.
ഇത് ബുദ്ധിയിൽ ഗ്രഹിച്ചിട്ടാണ് അവർ പാദം ആദ്യം കഴുകുകയും പിന്നീട് തിരുവത്താഴം കഴിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കുക. യോഹന്നാൻ ആ അധ്യായത്തിൽ യോഹന്നാൻ 13 തന്നെ 17 ഇത് പറഞ്ഞ ശേഷം അവിടെ വീണ്ടും ഇരുന്ന് സംസാരിക്കുന്ന പാദം കഴുകിയ ശേഷം വീണ്ടും വസ്ത്രം ധരിച്ച് ഇരുന്നു. എവിടെ? അതേ ടേബിളിൽ ഇരിക്കുകയാണ്. ആ ടേബിളിൽ ഇരിക്കുമ്പോൾ വീണ്ടും ഇവിടെ സംസാരങ്ങൾ പലതും നടക്കുകയാണ്. ആ സമയത്ത് ഒരു ചോദ്യം വരും. യോഹന്നാൻ 13:21. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇതെന്താ സാക്ഷീകരിച്ചു പറഞ്ഞു? ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ബൈബിൾ. ഇത് ആർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്? മണവാട്ടിക്ക്, അല്ലെങ്കിൽ മണവാട്ടി എന്ന് പറയാം, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെടുന്നവരുടെ ഹൃദയത്തിൽ ഓരോന്നും പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ സീനായി വെളിപ്പെടും. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. അവൻ യോഹന്നാനാണ്. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവേ, അത് ആർ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. അപ്പോ ആരാണ് ഒറ്റിക്കൊടുക്കുന്നത് എന്ന ചോദ്യം വന്നപ്പോൾ ആ മേശയിൽ ആദ്യം അത്താഴം കഴിക്കാൻ വന്നിരുന്ന മേശയിൽ വെച്ചാണ് അപ്പം വാഴ്ത്തി കൊടുക്കുന്നു, വീഞ്ഞ് വാഴ്ത്തി കൊടുക്കുന്നു. വീണ്ടും സങ്കല്പിക്കുക, വീണ്ടും നമ്മൾ ഒരുമിച്ച് കുടുംബത്തോടു കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരാളിനൊരു സംശയം വരുന്നു. ആ സംശയത്തിന്റെ വചനം നിവർത്തീകരണമാണ്. എഴുതി ചെന്ന് പാദം കഴുകിയിട്ട് വീണ്ടും ആ ടേബിളിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ആ ടേബിളിൽ വന്ന ശേഷം എന്തൊക്കെ സംഭവിച്ചു? ആദ്യം അത്താഴം കഴിക്കാൻ വന്നിരുന്നു. 1, 2 അപ്പം വാഴ്ത്തി കൊടുത്തു, 3 വീഞ്ഞ് വാഴ്ത്തി കൊടുത്തു, 4 ആരാണ് വലിയവൻ ചെറിയവൻ ചോദ്യം വന്നു, 5 അതിന്റെ ശുശ്രൂഷ ചെയ്തു പാദം കഴുകി തിരികെ വന്നിരുന്നു, വീണ്ടും ആ ടേബിളിൽ ഇരിക്കുക. അപ്പൊ 5 കാര്യം കഴിഞ്ഞു. അവിടെ ഇരിക്കുമ്പോൾ അടുത്ത 6ാമത്തെ കാര്യം, ആരാണ് ഒറ്റിക്കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ വരികയാണ്. ആ ചോദ്യത്തിന് ആളെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അത് വീഞ്ഞിൽ എവിടെയോ ഞാൻ മുക്കി. ഈ യോഹന്നാൻ 13 ഒരിടത്തും അപ്പം വാഴ്ത്തുന്നില്ല, വീഞ്ഞ് വാഴ്ത്തുന്നില്ല, തിരുവത്താഴം കഴിക്കുന്ന കാര്യം, അപ്പം വീഞ്ഞും കഴിക്കുന്ന കാര്യം ഒന്നും പറയുന്നില്ല. അപ്പൊ ഇതെവിടെ പറഞ്ഞു? ഇതാണ് ഭാഗമായി വിവിധമായി, ഇവിടെ അല്പം അവിടെ അല്പം. അപ്പൊ അതിന്റെ ബാക്കി ശുശ്രൂഷ പാദം കഴുകി വന്നിരുന്നപ്പോഴാണ് ചോദിക്കുന്നത്, ആരാണ് ഒറ്റി കൊടുക്കുന്നത്? ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ. ഉടൻ പിശാച് ബൈബിൾ കോളേജിലെ പുരോഹിതന്മാർ പറഞ്ഞു, കണ്ടോ, പാദം കഴുകിയ ശേഷം യേശു അപ്പം നോക്കി കൊടുക്കുന്നത് കണ്ടോ? എത്ര ദുരുപദേശമാണെന്ന് ആലോചിച്ച് നോക്കൂ. പാദം കഴുകി, ഇത് ദൈവം മനഃപൂർവ്വം തന്നെ ഭാഗമായിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യം തോന്നുന്നു. എന്റെ പുരോഹിതനും ഞാനും ഒക്കെ ബൈബിൾ വായിച്ചാൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വരേണ്ട ആവശ്യമില്ല. അപ്പൊ യോഹന്നാൻ 16:12 മുതൽ 14 വരെ യേശു പറഞ്ഞത്, ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു, ഇനിയും വളരെ നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലെ, ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ മർമ്മങ്ങളെ, രഹസ്യങ്ങളെ അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് കേട്ട് വിശ്വസിച്ച് അങ്ങനെ ചെയ്യുന്നവനാണ് സകല സത്യത്തിലും വഴി നടക്കുന്നവൻ. വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വേറെ അല്ല, അത് യേശുക്രിസ്തു തന്നെ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പൊ ശരീരത്തിൽ നിന്ന് അകത്തെ ആത്മാവെന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി വീണ്ടും പരിശുദ്ധാത്മാവായി. അതാണ് യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അതായത് പിതാവിന്റെ വലതുഭാഗത്ത് ഈ ശുശ്രൂഷകൻ ദൈവിക അധികാരത്തോടുകൂടി ചെയ്യുന്നതാണ്. വലതുഭാഗം വെച്ചാൽ അധികാരം. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ വായിച്ചിട്ട് പിശാച് ബൈബിൾ കോളേജിലെ പറഞ്ഞു കൊടുക്കുന്നു, കണ്ടോ, യേശു പാദം കഴുകി വന്നിരുന്നു, അപ്പക്കണ്ണം മുക്കി കൊടുത്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള സഭയിൽ ഇരുന്നാൽ ഇത് മനസ്സിലാക്കി, എനിക്ക് മനസ്സിലായി പാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ, ഞാൻ വീണ്ടും എന്നാലും അവിടെ ഇരിക്കുന്നു, ഈ കാര്യമെല്ലാം തെറ്റുള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ദൈവത്തിന്റെ വചനപ്രകാരം പുൽപ്പറ്റിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ
തെറ്റായ രീതിയിലെ ആത്മാവാണ് വസിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തിരുവത്താഴം വായിച്ച് കഴിച്ച് അദ്ദേഹത്തിനോട് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അതേ ആത്മാവ് മാത്രമേ വ്യാപരിക്കുള്ളൂ. നമ്മളും ആ സഭയിൽ ഇരുന്നപ്പോൾ അതേ ആത്മാവ് തന്നെ വ്യാപരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ശരി അറിയാൻ ആഗ്രഹിച്ചിരുന്നു, ആത്മാവിൽ ദരിദ്രനായിരുന്നു. ശരിയായ ആത്മാവുമായി ഒരു വ്യക്തി വന്ന് നമ്മുടെ കയ്യിൽ ഇരുന്ന് ഇതേ ബൈബിൾ തന്നെ കാണിച്ചു തന്നപ്പോൾ ആ ആത്മാവ് നമ്മുടെ ഹൃദയക്കണ്ണ് തുറന്നു വന്നു. എമ്മാവോസിലേക്കുള്ള ഹൃദയക്കണ്ണ് തുറന്നതുപോലെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെളിപ്പാടാണ്. ദൈവം തന്റെ സഭയെ കെട്ടുന്നത് വെളിപ്പാടിലാണ്, ഇവിടെ ആയിരിക്കാൻ പാടുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം മനസ്സിലായി. അപ്പം കൊടുക്കുന്നത് മാത്രമല്ലേ? അല്ല, ധാരാളം വിഷയങ്ങൾ തുറന്ന് നമ്മൾ എടുക്കാം. ഇനി ഒരു 1-2 വിഷയങ്ങൾ നോക്കാം. അപ്പോൾ തിരുവത്താഴത്തിന് മുമ്പ് അല്ല പാദ ശുശ്രൂഷ, അത് മനുഷ്യന്റെ ജ്ഞാനമാണ്. ഇത് കേൾക്കുന്ന വിശ്വാസികളായ നിങ്ങൾ ആരെങ്കിലും ആരോട് പോയി ചോദിക്കാനാണ് സാധാരണ പതിവ്? നിങ്ങളുടെ പുരോഹിതനോട് ചോദിക്കും. പുരോഹിതൻ ഈ വെളിപ്പാടില്ലാതെ നിൽക്കുകയാണ്, അദ്ദേഹത്തോട് എങ്ങനെ പോയി ചോദിക്കും? ഇപ്പൊ പെന്തക്കോസ് ശരിയാണെന്ന് മാർത്തോമക്കാരന് പോയി ചോദിച്ചാൽ, കത്തോലിക്കക്കാരന് പോയി ചോദിച്ചാൽ അവൻ പറയുമോ? അവന് കിട്ടിയ അറിവില്ലേ അവന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമുക്ക് ചോദിക്കാൻ ഒരുവൻ മാത്രം വിശ്വസ്തൻ, കർത്താവ്. മുട്ടുമടക്കുക, കർത്താവിനോട് ചോദിക്കുക, കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഓക്കെ.